നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. സർ, രാഹുൽ മാങ്കൂട്ടം പാലക്കാട് MLA ആണ്. ഇപ്പോൾ അദ്ദേഹത്തിന് വന്ന് ഇറങ്ങണ്ട, ജനസേവനം നടത്തണ്ട എന്നുള്ള തരത്തിലേക്ക് പോകുന്നു. പാലക്കാട്ടുകാർ തെരഞ്ഞെടുത്ത MLA ആണ്, ജനപ്രതിനിധിയാണ് രാഹുൽ എന്ന് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടിക്കാർ മറന്നുപോകുന്നു. ഇന്ന് ഞാനൊരു രാഷ്ട്രീയ വിചാരണ കാണാനിടയായി. നമ്മളെല്ലാം ഇപ്പോൾ വാർത്തയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് DTOയെ ഒരു രാഷ്ട്രീയ വിചാരണ ചെയ്യുന്നത്, അത് വളരെ മോശമായ ഭാഷയിൽ താങ്കളുടെ മകളുടെ കല്യാണത്തിന് ക്ഷണിക്കാനാണോ മാങ്കൂട്ടത്തിനെ ക്ഷണിച്ചത്? രണ്ടാമത്, ഇത്രയും ക്രിമിനലായിട്ടുള്ള ഒരാളിനെയും കൊണ്ട് എന്തിനാണ് ഇത്തരത്തിൽ ചെയ്തത് എന്ന് പറഞ്ഞ് DYFI പ്രവർത്തകർ വളരെ വൃത്തികെട്ട ഭാഷയിൽ ഒരു ഉദ്യോഗസ്ഥനെ വിചാരണ ചെയ്യുന്ന രംഗം നമ്മൾ കണ്ടു. ഒപ്പം മാധ്യമങ്ങളും ഏതൊക്കെ തരത്തിൽ അദ്ദേഹത്തിൽ നിന്നും തോണ്ടിയെടുക്കാം എന്നുള്ള തരത്തിൽ ലെവൽ കെട്ട് ഒരു മാധ്യമ വിചാരണയും കണ്ടു. ഇത്തരത്തിലൊക്കെ പോകേണ്ടതായിട്ടുണ്ടോ? ഒരു MLA ആണ്, അദ്ദേഹം ഒരു KSRTC ബസ് ഫ്ലാഗ് ഓഫ് ചെയ്തതുകൊണ്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? AV ഡൈസി ബ്രിട്ടീഷുകാരനാണ്. അദ്ദേഹമാണ് നിയമവാഴ്ച എന്ന സങ്കല്പം ക്രോഡീകരിച്ച് ഒരു വ്യവസ്ഥയാക്കി മാറ്റിയത്. അങ്ങനെയുള്ള ഒരു റൂൾ ഓഫ് ലോ അല്ലെങ്കിൽ നിയമവാഴ്ച, അതനുസരിച്ചാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. നിയമം വ്യക്തികളെ രണ്ട് രീതിയിൽ കാണുന്നില്ല, ഒരേ നിയമത്തിൻ്റെ ബാധകമാണ് എല്ലാവരും. അങ്ങനെയെങ്കിൽ ഈ നിയമത്തിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വെദർ സംബഡി ലൈക്സ് ഹിം ഓർ നോട്ട്, ആരുടെയെങ്കിലും രാഷ്ട്രീയ താല്പര്യം അദ്ദേഹത്തിന് എതിരാണോ അനുകൂലമാണോ എന്നതല്ല, നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ്, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയാണ്. അദ്ദേഹത്തെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ അദ്ദേഹത്തെ ഔപചാരികമായി അറിയിക്കാനുള്ള ചുമതല ട്രാൻസ്പോർട്ട് വകുപ്പിനുണ്ട്. അതുകൊണ്ട് DTO അദ്ദേഹത്തെ അറിയിച്ചതിൽ അപാകത ഒന്നുമില്ല. ഇവിടെ വിചാരണയെക്കുറിച്ചാണല്ലോ സംസാരിച്ചത്. മാധ്യമ വിചാരണ ഒന്ന്, രണ്ട് പാർട്ടി അല്ലെങ്കിൽ യുവജന സംഘടനയുടെ വിചാരണ. അപ്പം നിയമം കയ്യിലെടുക്കാൻ ആർക്കെങ്കിലും അവകാശമുണ്ടോ? അത് മാധ്യമങ്ങളൊരു കാര്യം ചോദിച്ചു മനസ്സിലാക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചത്? ആ ചോദ്യം അവിടെ ഉദിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നല്ല, ആ മണ്ഡലത്തിൽ നിന്ന് ഒരു ബസ് സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്ത് വിടുമ്പോൾ അദ്ദേഹത്തെ ക്ഷണിക്കുക, വരിക വരാതിരിക്കുകയോ ചെയ്യുക എന്നത് MLA യുടെ കാര്യം. അറിയിക്കുക, MLA മാത്രം അറിയിച്ചാൽ പോരാ, അത് നഗരസഭ ചുമതലയുള്ള ആളുകളെ അറിയിക്കണം, MP അറിയിക്കണം. ഇവിടെ MLA മാത്രം അറിയിക്കുകയും അറിയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് കേൾക്കുന്നത്. MP, പാലക്കാട് MP, അതും കോൺഗ്രസിൻ്റെ നേതാവ് തന്നെയാണ്, VK ശ്രീകണ്ഠൻ. അദ്ദേഹത്തെ അറിയിച്ചു, അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ വന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം അറിഞ്ഞില്ല എന്ന് പറഞ്ഞേക്കാം. അറിയില്ല എന്താണ് അദ്ദേഹത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നുമുള്ള വാർത്തകളെന്ന്. അതേസമയം വിചാരണ ചെയ്തതാരാണ്? ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ട് ഓഫീസറുടെ ഓഫീസിൽ ചെന്ന് അദ്ദേഹത്തെ കസേറയിലിരുത്തി വിചാരണ ചെയ്യുന്നത് ഭരണകക്ഷിയായ CPMൻ്റെ പോഷക സംഘടന കൂടിയായ DYFI ആണ്. DYFIക്ക് അതിനുള്ള ഒരു പ്രതിഷേധം നടത്താനാവും. പക്ഷേ എന്തിനു വിളിച്ചു? താങ്കൾ ആരോട് ചോദിച്ചിട്ട് വിളിച്ചു? ആരോടെങ്കിലും ചോദിക്കേണ്ട കാര്യമുണ്ടോ? പ്രോട്ടോക്കോളിൻ്റെ വിഷയമല്ലേ. പ്രോട്ടോക്കോൾ കാര്യങ്ങൾ ബന്ധപ്പെട്ട ആളുകളോട് ചോദിക്കാം, അതിന് കുഴപ്പമില്ല. പ്രോട്ടോക്കോളിനെ കുറിച്ച് എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടെങ്കിൽ ചോദിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ വിളിച്ചു. പക്ഷേ വിളിക്കുമ്പോൾ എല്ലാവരും വിളിച്ചോ എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല അദ്ദേഹത്തിനുണ്ട് എന്നതും വിസ്മരിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ ഓരോ സംഘടനയും, ഭരണകക്ഷിയുടെ ആകട്ടെ പ്രതിപക്ഷത്തിൻ്റെ ആകട്ടെ സംഘടനകൾ നിയമം കയ്യിലെടുത്ത് അതെങ്ങനെയാണ് തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കണം, ഇഷ്ടമില്ലാത്തവരെ വിളിക്കരുത് എന്ന് കൽപ്പിക്കാനുള്ള ഒരു അന്തരീക്ഷമുണ്ടായാൽ അത് നിർഭാഗ്യകരം ആണ്. അവിടെ ഇപ്പോൾ MLA ആണ്, MLA സ്ഥാനം അദ്ദേഹം രാജിവെച്ചിട്ടില്ല. ഹൈക്കോടതിയിൽ നിന്ന് യാതൊരു വിധിയും ഇല്ല അദ്ദേഹത്തിന് നേരെ. MLA എന്നുള്ളൊരു സ്ഥാനമില്ല, അതുകൊണ്ട് നിങ്ങൾ ഇനോഗ്രേഷൻ ഒന്നും വിളിക്കരുത്. കോടതി, അതായത് നിയമത്തിൻ്റെ സാധ്യതകൾ അവിടെ ഇങ്ങനെ MLA എന്നുള്ളൊരു സ്ഥാനം നൽകരുത് എന്നൊരിക്കലും കോടതി പറഞ്ഞിട്ടില്ല, നിയമം പറഞ്ഞിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥർ ഔദ്യോഗിക തലത്തിൽ നിന്ന് അത്തരത്തിലുള്ള അറിയിപ്പുകളൊന്നും കിട്ടിയിട്ടില്ല. കാരണം വിജയ് നേരത്തെ ഇത്തരത്തിലുള്ള ഒരു വലിയ ക്രൗഡിനെ സൃഷ്ടിച്ചുകൊണ്ട് അവിടെ ഒരു വലിയ പരിപാടി നടത്തിയിരുന്നു. അപ്പം ഇനി അത് അത്തരത്തിൽ ഉണ്ടാകരുത് എന്നുള്ളൊരു അറിയിപ്പുണ്ട്. അത്തരത്തിലുള്ള അറിയിപ്പൊന്നും ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലില്ല. ഇനി കോൺഗ്രസിൻ്റെ ഔദ്യോഗിക തലത്തിൽ നിന്നോ ഇനി പാർട്ടിയുടെയോ ഭരണപക്ഷിയുടെ അല്ലെങ്കിൽ സർക്കാരിൻ്റെയോ KB ഗണേഷ് കുമാർ ഭരിക്കുന്ന സർക്കാരിൻ്റെയോ ഔദ്യോഗിക തലത്തിൽ നിന്നോ ഇദ്ദേഹത്തിനെ ഇങ്ങനെ
വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ CPM ഉൾപ്പെടെയുള്ള ഭരണകക്ഷി പറഞ്ഞിരിക്കുന്ന അദ്ദേഹം MLA ആണ്, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്, നിയമസഭയിൽ വരുന്നതിനും അദ്ദേഹത്തിന് തടസ്സമില്ല എന്ന് പറയുന്നതിൻ്റെ ഇടയ്ക്ക് വെറും ഒരു പോഷക സംഘടന ഈ DTO പോലുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഖരാബോ ചെയ്തു എന്ന് തന്നെ പറയാം, അത്തരത്തിൽ കൊണ്ടുവരാനുള്ള ഒരു നിയമം ഉണ്ടോ? ഇവർക്കെതിരെയല്ലേ ഇനി നടപടിയെടുക്കേണ്ടത്? ഊരുവിലക്ക് ഇപ്പോഴും ചില ഇടങ്ങളിൽ, കേരളത്തിലെ ചില ഇടങ്ങളിൽ ഉണ്ട് എന്നതാണ് ഇതിൽ നിന്ന് കാണുന്നത്. കാരണം ചില വ്യക്തികളെ അവരൊരു പക്ഷേ നിയമത്തിന് മുന്നിൽ കുറ്റക്കാരല്ലായിരിക്കാം. നിയമത്തിന് മുന്നിൽ എന്താണ്, ഒരു കേസ് ഫയൽ ചെയ്ത് FIR ഇട്ട് കേസ് ഫയൽ ചെയ്ത് വിചാരണ ചെയ്ത് കുറ്റക്കാരാണെന്ന് കണ്ടെത്തി തടവിലാക്കുന്നത് വരെ അദ്ദേഹം നിരപരാധി തന്നെയാണ്. അതാണ് നമ്മുടെ നിയമവ്യവസ്ഥ. അങ്ങനെ KB ഗണേഷ് കുമാറും ഇതിപ്പോ FIR പോയിട്ട് പരാതി പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് പോലും വന്നിട്ടില്ല. മറ്റേത് അങ്ങനെയല്ലല്ലോ, പല കേസുകൾ ഇങ്ങനെ കിടക്കുന്ന ഗണേഷ് കുമാർ ഈ ഒരു KSRTCയുടെ തലപ്പത്തിരിക്കുക നമ്മുടെ മന്ത്രിയായ ഗണേഷ് കുമാറിന്റെ പേരിൽ ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ അദ്ദേഹം ആ ഒരു സ്ഥാനം വഹിക്കുമ്പോൾ പാവപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പരിപാടി ഇനോഗ്രേഷൻ ചെയ്തതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ് ജനം ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നതല്ല, അതിലെ കമന്റുകളൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട ഒരു ഗതാഗത മന്ത്രി വളരെ ദയാപൂർവമാണ് ഈ വിഷയം കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരേ തൂവൽ പക്ഷികൾ എന്ന ഒരു വിവക്ഷ ചിലപ്പോഴെങ്കിലും ചില കേന്ദ്രങ്ങളുടെ ചില കുൽസിത ബുദ്ധികളെങ്കിലും അങ്ങനെ പറയാമെങ്കിൽ പോലും യഥാർത്ഥത്തിൽ KB ഗണേഷ് കുമാർ മഹാമനസ്കത കാട്ടി ഞാൻ ഭരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ബസ് അത് ബാംഗ്ലൂർ നഗരത്തിലേക്ക് സഞ്ചരിക്കുന്നു. അത് പാലക്കാടാണ്. പാലക്കാടിൻ്റെ MLA ഇവിടെ വന്നാൽ എന്താ കുഴപ്പം? അത് അദ്ദേഹത്തിനെ ആ ബുദ്ധിമുട്ടറിയൂ. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട വിചാരണ വർഷങ്ങൾക്ക് മുമ്പ് സമാനമായ വിചാരണ ശ്രീ KB ഗണേഷ് കുമാറും നേരിട്ടിട്ടുണ്ട് എന്നത് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഒരു അന്തർധാര, ഇതൊക്കെ മാധ്യമ സൃഷ്ടികളാണ്, ഈ അന്തർധാരയൊന്നും കാണില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ആ വേദന മനസ്സിലാകും. അപ്പം അതുകൊണ്ട് ഭരണപ്രതിപക്ഷ ഭേദമന്യേ നമ്മുടെ ബഹുമാനനായ ഗതാഗത മന്ത്രി ഈ പല മുന്നണികളിലും മാറി മാറി നിന്നിട്ടുള്ള ആളാണ്. നാളുകളിലും അങ്ങനെ മാറ്റം ഉണ്ടാകില്ല എന്ന് കൃത്യമായി പറയാനാവില്ല. അതിന് ഹരിച്ചു കുണിച്ചൊക്കെ നോക്കേണ്ടി വരും. അതുകൊണ്ട് KB ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി ആയിരിക്കെ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ചെറിയ സംഭവം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആദ്യത്തെ പബ്ലിക് എൻട്രിയാണ്. നേരത്തെ ഉള്ളതൊരു പ്രൈവറ്റ് ചടങ്ങാണ്. ഒരു മരണത്തിൽ ശവസംസ്കാര വേളയിൽ പങ്കെടുക്കുന്നു, ഭവന സന്ദർശനം, ഇതെല്ലാം പ്രൈവറ്റ് അഫയേഴ്സാണ്. MLA ഓഫീസിൽ വരുന്നു, അവിടെ സ്വകാര്യമായി ചിലരോട് സംസാരിക്കുന്നു. ഒന്നും ഔപചാരികമെന്ന് പറയാനില്ല, പക്ഷേ ഇത് ഔപചാരികമാണ്. അപ്പോൾ ഒരു കൊടി കൊടുത്തു, വീശി. ബാംഗ്ലൂർക്കാണ് പോകുന്നത് കേട്ടോ. ബാംഗ്ലൂർ വളരെ ഉദ്യാന നഗരമാണ് അല്ലേ, അനന്തമായ സാധ്യതകളുടെ കലവറ കൂടിയാണ് ബാംഗ്ലൂർ. മലയാളികളുടെ സ്വപ്ന ഭൂമിയാണ്. അതിൽ പ്രത്യേകിച്ച് ചിരിക്കാനൊന്നും തന്നെയില്ല. ബാംഗ്ലൂർ നഗരത്തിൽ പോകുന്നത് പല കാര്യങ്ങൾക്കാണ് എന്നാണ് പല നേതാക്കളെക്കുറിച്ചും മുനവെച്ച വർത്തമാനം. പ്രത്യേകിച്ച് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഗുരുഭൂതനായ ഷാഫി പറമ്പിലും ബാംഗ്ലൂർക്ക് ചില ഉല്ലാസയാത്രകൾ നടത്തുന്നുണ്ട് എന്നും ആ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം ചില സ്ത്രീകളും ഉണ്ടാകുന്നു എന്നുമുള്ള ചില സ്ഥിരീകരിക്കാത്ത വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ബാംഗ്ലൂർ നഗരം തന്നെ തിരഞ്ഞെടുത്തത് നിർബന്ധമായിട്ടാണോ? രാഹുൽ മാങ്കൂട്ടത്തിന് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നോ? ഇനി ബാംഗ്ലൂർക്കുള്ള ബസ് ഞാൻ തന്നെ, എന്നെക്കുറിച്ചും തൻ്റെ ഗുരുനാഥനെക്കുറിച്ചും ഉള്ള ചില മോശം പരാമർശങ്ങൾക്ക് മറുപടി, ഒരു സ്വീറ്റ് റിവെഞ്ച് അല്ലെങ്കിൽ മറുപടി പോകാൻ ബാംഗ്ലൂർ ബസ് തന്നെ ഇരിക്കട്ടെ, അങ്ങനെയും വ്യാഖ്യാനിക്കുന്ന ചില കുരുത്തം കെട്ടവരുണ്ടാകാം. കാരണം ഇവർക്കൊക്കെ ബാംഗ്ലൂർക്ക് പോയിട്ട് തിരിച്ചു വരാൻ, സന്ധ്യയ്ക്ക് ബാംഗ്ലൂർക്ക് പോയിട്ട് രാവിലെ തിരിച്ചെത്താൻ സൗകര്യത്തിന് ബസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇങ്ങനെ ഒരുപാട് ട്രോളുകൾ. ഇതിലൊന്നും വലിയ ഗൗരവം കൊടുക്കേണ്ടതില്ല. യഥാർത്ഥത്തിൽ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നത് MLA ആണ്. അദ്ദേഹത്തിനെതിരെ ഒരു കേസും നിലവിലില്ല. അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന് MLA എന്ന രീതിയിലുള്ള ചുമതല നിർവഹിക്കാനുള്ള അവകാശമുണ്ട്, ക്ഷണിക്കപ്പെടാനുള്ള അവകാശമുണ്ട്. ക്ഷണിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട്. ഈ ആർട്ടിക്കിൾ 19 പറയുന്ന ഫ്രീഡം ടു ട്രാവൽ എനിവെയർ വിത്തൗട്ട് ആംസ്, ഇതുണ്ട് തീർച്ചയായും. രാഹുൽ മാങ്കൂട്ടത്തിലെ മാത്രം എല്ലാ പക്ഷിക്കും ചിലയ്ക്കാം, ചില പക്ഷിക്ക് ചിലയ്ക്കാനാവില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ അത് പാടില്ല. ഇതൊന്നും അത്ര ആശാസ്യമായ കാര്യമല്ല. അല്ലെങ്കിൽ അദ്ദേഹത്തെ വിചാരണ ചെയ്ത് തടവുകാരനാക്കിയാൽ. മാധ്യമ വിചാരണയിലേക്ക് വരുമ്പോഴത്തേന് അതിലെ റിപ്പോർട്ടേഴ്സ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഈ ഫ്ലാഗ് നേരത്തെ വാങ്ങി വെച്ചോ? ഈ ഫ്ലാഗ് ഇന്നലെയാണോ എടുത്തത്?
8:30 മുമ്പാണോ MLA വിളിച്ചത്, MP എപ്പോഴാണ് വിളിച്ചത്, അല്ലെങ്കിൽ ആരെയൊക്കെ വിളിച്ച്, കൗൺസിലിനെ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു ഉദ്യോഗസ്ഥനോട് ചോദിക്കാൻ മാത്രം? രാഹുൽ മാങ്കൂട്ട് എന്താ അത്ര വല്ല കൊലപാതകയാണ്? ഈ കൊലപാതകികൾ വന്നാൽ പോലും മാധ്യമങ്ങൾ ഇത്രയ്ക്ക് ചുരണ്ടി ചോദിക്കത്തില്ല. ക്രൈംബ്രാഞ്ച് CBI അന്വേഷണത്തിൽ ചോദിക്കുന്നതിനേക്കാളും ഒരു ഉദ്യോഗസ്ഥൻ, ഞാൻ പറയുന്ന ആ ഉദ്യോഗസ്ഥ ഇറങ്ങി പോകുന്നു പറയും, ഗെറ്റ് ഔട്ടാണ് പറയേണ്ടുന്നത്. ആ ഔദ്യോഗിക തലത്തെ അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹം കൃത്യനിർവഹണമാണ് ചെയ്തത്. അതിൽ വേറെ എന്തെങ്കിലും അവർക്ക് വിഷയം ഉണ്ടെങ്കിൽ അവർ കൊണ്ടുവന്ന് കേസ് ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ചോദ്യം ചെയ്യും. ഇത്രത്തോളം ഒരു ഉദ്യോഗസ്ഥനെ മാധ്യമ വിചാരണ, മാധ്യമങ്ങൾ ചോദിക്കുന്നതിനൊരു, അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചോ സംസാരിച്ചു, ഓക്കെ, ഇത്രയും അറിഞ്ഞാൽ മതി. ഒരു മാധ്യമം ഇപ്പൊ ഏഷ്യാനെറ്റ്, ഞാൻ പെട്ടെന്ന് ഓർത്തതാണ്, ഏഷ്യാനെറ്റിന്റെ 30ാം വാർഷികത്തിൽ അതിന്റെ ഫോർമറുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ സമയത്ത് അദ്ദേഹം ഏറ്റവും വലിയ കില്ലാടിയായ, അതെ, എൻ്റെ മാധ്യമപ്രവർത്തകയോട് പറഞ്ഞ ചില ചോദ്യങ്ങളാണ്. ഇന്നത്തെ മാധ്യമപ്രവർത്തനം എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചപ്പം പറഞ്ഞതാണ്, നിങ്ങൾ ഒരു എന്താണോ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു വാർത്തയുള്ളത് അത് നിങ്ങൾ ചോദിക്കും. നീട്ടി വലിച്ച് ഇല്ല പറഞ്ഞ കുറുക്കിയെടുത്ത് അരമണിക്കൂർ ചോദ്യം ചോദിച്ചിട്ട് റിപ്പോർട്ടർ ഒരു മണിക്കൂർ അതിൻ്റെ വർത്തമാനം പറയുന്നതല്ല മാധ്യമ പ്രവർത്തനം. നിങ്ങൾക്ക് എന്താണോ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് ഒരു 3 വരി 4 വരിയിൽ എത്തിക്കാവുന്നതേ ഉള്ളൂ. പണ്ടങ്ങനെ ആയിരുന്നല്ലോ ദൂരദർശനിലൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രത്തോളം അതിനകത്ത് പദം വരുത്തി നീട്ടി വലിച്ച് കുറുക്കിയെടുത്ത് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് ആ സമയത്ത് എനിക്ക് തോന്നുന്നു ആ മുതിർന്ന മാധ്യമ പ്രവർത്തകർ തല കുമ്പിട്ടിരിക്കുന്ന രംഗം നമ്മൾ കാണേണ്ടി വന്നു. കാരണം സ്വന്തം ചാനലിനെ പറ്റിയാണ്. അപ്പോൾ ഇത്തരത്തിൽ മാധ്യമങ്ങൾ വെറും അവരുടെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ആ ഒരു ഉദ്യോഗസ്ഥനോട് ചോദിച്ചത്. ഒരിക്കലും അദ്ദേഹത്തിന് അതിന് മറുപടി പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ഗെറ്റ് ഔട്ട് അടിക്കേണ്ട സമയം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയത്. There is a debate about to what extent the fourth estate can function. ഈ നാലാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം, ഈ 3 ഇടങ്ങളിൽ പുഴുക്കുത്തുകളുണ്ടായാൽ, പോരായ്മകളുണ്ടായാൽ, പാകപ്പിഴകളുണ്ടായാൽ അത് ചൂണ്ടിക്കാട്ടാനുള്ള അഭിമുഖമായ ഒരു മുഖം ഇതാണല്ലോ മാധ്യമങ്ങൾ. പക്ഷേ ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന മഹാസംഭവമാണ് ഒരു ബസ് അവിടുത്തെ ഒരു ലോക്കൽ MLA ഫ്ലാഗ് ഓഫ് ചെയ്ത് വിട്ടത് എന്ന രീതിയിലുള്ള മാധ്യമ പ്രവർത്തനവും വിചാരണയും അശാസ്യം ആണ് എന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷേ കാര്യം റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതിന് പുറമേയുള്ള പിന്നാമ്പുറ കഥകൾ, വൈകാരികത, ഇതെല്ലാം ഡിബേറ്റ് ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഇറോഷൻ ഇൻ ക്രെഡിബിലിറ്റി, വിശ്വാസ്യത ഒലിച്ചു പോവുകയാണ്. അപ്പോൾ എന്താണ്, വാർത്തകൾക്ക് അത്രയ്ക്ക് ദാരിദ്ര്യമാണോ ഈ ലോകത്ത്? ഇതൊരു വലിയ വാർത്ത, ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വിശാലമായ ഇഷ്യൂ ഇവിടെ ഇൻവോൾവ് ആയതുകൊണ്ടാണ്. നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യത്തെ എസ്റ്റേറ്റിലെ ഒരു ഭാഗമാണ്. ലെജിസ്ലേച്ചർ, നിയമസഭ എന്ന എസ്റ്റേറ്റിലെ ഒരു ഭാഗമാണ്. അദ്ദേഹത്തിന് നിയമസഭാംഗം എന്ന നിലയിൽ അവകാശങ്ങളുണ്ട്, പൗരൻ എന്ന നിലയിൽ സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, അത് തടയാൻ ആർക്കും അവകാശമില്ല. 2, എക്സിക്യൂട്ടീവാണ്. ഇത് എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ പെർമനൻറ്റ് എക്സിക്യൂട്ടീവ് എന്ന ബ്യൂറോക്രസിയുടെ ഭാഗമാണ് ഈ പറയുന്ന മാധ്യമ വിചാരണ നേരിടുന്ന ഉദ്യോഗസ്ഥൻ. രാഷ്ട്രീയ കക്ഷിയുടെ അല്ലെങ്കിൽ യുവജന വിഭാഗത്തിൻ്റെ വിചാരണ നേരിടുന്ന DMO അല്ലെങ്കിൽ DTO ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ബ്യൂറോക്രസിയുടെ ഭാഗമാണ്. അപ്പം എക്സിക്യൂട്ടീവിനെ വിചാരണ ചെയ്യാൻ തക്ക രീതിയിൽ മാധ്യമങ്ങൾ വളർന്നോ, അതോ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷി, ഈ 4 എസ്റ്റേറ്റിലും ഇടമില്ലാത്തതാണ് രാഷ്ട്രീയ കക്ഷി. രാഷ്ട്രീയ കക്ഷിയെക്കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശമില്ല. പൊളിറ്റിക്കൽ പാർട്ടീസ് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്രോത്ത് ഒരു ജനാധിപത്യ സംവിധാനത്തിന് അനിവാര്യമെങ്കിലും ഭരണഘടനയിൽ പരാമർശമില്ല. DYFഐയെക്കുറിച്ച് പരാമർശമില്ല, CPMനെ കുറിച്ച് പരാമർശമില്ല. എന്തിന്, സ്വാതന്ത്ര്യ സമരം നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് പോലും അവരുടെ നേതാക്കൾ ഉൾപ്പെടെ ചേർന്ന് എഴുതി വെച്ച ഭരണഘടനയിൽ ഒരു പരാമർശമില്ല എന്ന് ഓർക്കണം. അങ്ങനെ വരുമ്പോൾ ഇത് ആശാസ്യമായ കാര്യമാണോ? ഇപ്പം നമ്മുടെ നാടിൻ്റെ നിയമവ്യവസ്ഥ, അവിടെയാണ് 3ാമത്തെ എസ്റ്റേറ്റായ കോടതിയുടെ റോൾ. എന്താണ്, കോടതി ഇവിടെ കണ്ണും പൂട്ടി നിൽക്കുകയാണോ? നീതിക്ക് കണ്ണില്ല, നീതി ദേവത ബന്ധിച്ചു നിൽക്കുന്ന നീതി ദേവതയാണ്. അപ്പം ഇവിടെ ഒരു പ്രോ ആക്റ്റീവായി ഇടപെടേണ്ട കോടതിയെ കാണുന്നു. ഈ രീതിയിൽ ഒരു വ്യക്തിക്ക്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ തെരഞ്ഞുപിടിച്ച് വിചാരണ ചെയ്യുമ്പോൾ കോടതിയാണ് വിചാരണ ചെയ്യേണ്ടത്, മാധ്യമങ്ങളല്ല, രാഷ്ട്രീയ കക്ഷിയല്ല, തെരുവിൽ ചില സംഘടനകളല്ല, മറിച്ച് കോടതിയാണ്.
അങ്ങനെ ഒരു നിയമവാഴ്ച ഇവിടെ ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല എങ്കിൽ അത് ഭരണത്തിൻ്റെ പരാജയം തന്നെയാണ്. ആ രീതിയിലാണ് ഞാനിതിനെ കാണുന്നത്. ഏതായാലും ഇത്തരത്തിലൊരു വിചാരണയിലേക്ക് പോകുമ്പോഴും ഇന്നലെ മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. KB ഗണേഷ് കുമാർ ട്രാൻസ്പോർട്ട് ബസ്സിൽ കുറച്ച് കുപ്പികൾ അടുക്കി പാവം പിടിച്ച ഡ്രൈവേഴ്സ് വെച്ചു എന്നും പറഞ്ഞുകൊണ്ട് മാലിന്യം വണ്ടിക്ക് വൃത്തിയില്ല എന്നുള്ള തരത്തിൽ സാധാരണ പുള്ളി അത്രയ്ക്കുള്ള ഷോ ഓഫൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഷോ ഓഫ് ഇവിടെ കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ കാണിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും അദ്ദേഹം അറിയാതെ KSRTയിൽ ഒരു ഈച്ച പോലും പറക്കില്ലല്ലോ. ഇനിയിപ്പോൾ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായതിനു ശേഷം ചിലപ്പോൾ ഇനി അദ്ദേഹം ഒന്ന് ഉണർന്ന് എഴുന്നേക്കുമായിരിക്കും. പക്ഷെ ഇപ്പം അദ്ദേഹം ഇന്ന് രാവിലെ മുതൽ അടിച്ചൊതുക്കി ഇരിക്കുകയാണ്. കാരണം ഇദ്ദേഹം ട്രാൻസ്ഫർ ചെയ്ത ജീവനക്കാരെ MD ഇപ്പോൾ തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യാതെ റദ്ദാക്കുന്ന ഒരു വാർത്തയാണ് നമുക്ക് വന്നത്. അപ്പം ഇന്നലെ അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു ഷോ ഓഫ് കാണിച്ചു. അതുമായിട്ട് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല, എന്നാലും പറഞ്ഞതാണ്. അതിനകത്ത് മാലിന്യ കുപ്പികൾ അടുക്കി വെക്കുന്നു, വണ്ടിക്ക് വൃത്തിയില്ല എന്നൊക്കെ കാണിക്കുന്ന നമ്മുടെ മന്ത്രി KB ഗണേഷ് കുമാർ ചില ബസ് സ്റ്റാൻഡുകളൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നില്ലേ? ഏറ്റവും വലിയ മാലിന്യം മനസ്സിനുള്ളിലാണ് എന്നാണ് പറയുന്നത്. മനസ്സിനുള്ളിലെ മാലിന്യം പല രൂപത്തിൽ പുറത്തു വരാം. അത് ചിലപ്പോൾ ഒരു ബസ്സിൽ കുപ്പി കാണുമ്പോൾ, അല്ലെങ്കിൽ ഒഴിഞ്ഞ വെള്ളക്കുപ്പി കാണുമ്പോൾ അത് പ്ലാസ്റ്റിക്കാണ്, അത് മലിനീകരണം ഉണ്ടാക്കുന്നതാണ്, അത് സർക്കാർ ബസ്സിൽ പ്രദർശന വസ്തുവായി ഡ്രൈവറുടെ മുന്നിൽ വെക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. എന്നാൽ ഇത് പറയുന്ന മന്ത്രിക്ക് ഒരു ചുമതല കൂടിയുണ്ട്. ഒന്ന്, ആ മാലിന്യ കുപ്പി നിക്ഷേപിക്കാൻ ഒരു ഇടമുണ്ടോ? ഡ്രൈവർക്ക് ജലം ഉപയോഗിക്കാനുള്ള അവകാശമുണ്ടല്ലോ. അല്ലെങ്കിൽ ദീർഘയാത്ര പോകുമ്പോൾ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ദേ ഹാവ് ടു കീപ് ദെംസെൽസ് ഹൈഡ്രേറ്റഡ്, വെള്ളം കുടിക്കണം, ജലാംശം ഉണ്ടാകണം. അപ്പോൾ അത് KSRTCയുടെ ജീവനക്കാരുടെ ആരോഗ്യത്തിൻ്റെ വിഷയം കൂടിയാണ്, അല്ലേ? പൊതുജനാരോഗ്യത്തിൻ്റെ വിഷയമാണ്. അങ്ങനെയെങ്കിൽ അവർക്കൊരു ബോക്സ് ഉണ്ടോ? മുൻകാലങ്ങളിലെ ബസ്സുകൾക്ക് അങ്ങനെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. ഡ്രൈവേഴ്സ് ഒരു സീറ്റിനടിയിൽ അവരുടെ ബാഗ്, കുപ്പി, ജലം ഒക്കെ വെക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു. ഇപ്പോഴത്തെ മോഡേൺ ബസ്സുകൾക്ക് പലതിനും അതില്ല. ഇത് ഉറപ്പുവരുത്തേണ്ട ചുമതല KSRTCക്കുണ്ട്. ധാർമ്മികമായ ഉത്തരവാദിത്തം അതിന് ചുമതലയുള്ള മന്ത്രിക്കുണ്ട്. അത് ഉറപ്പുവരുത്താതെ ഈ കുപ്പി എന്തിനിവിടെ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യാൻ അവകാശമുണ്ടോ? അതൊരു ചോദ്യം. 2, പ്രസ്തുത ബസ്സിന് വേണ്ട രീതിയിലുള്ള വൃത്തി മാത്രമല്ല, വേണ്ട രീതിയിലുള്ള മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളുണ്ടോ? പുക പരിശോധിച്ചിട്ടുണ്ടോ? റോഡ് ബോഡി സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇൻഷുറൻസ് ഉണ്ടോ? ഇതൊക്കെ പരിശോധിക്കാതെ ഇൻഷുറൻസ് ഇല്ലാത്ത ബസ് വരുത്തി വയ്ക്കുന്ന വിന ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത് ആരെങ്കിലും ഇടിക്കുന്നു, അത് നഷ്ടപരിഹാരം ആര് കൊടുക്കും? എങ്ങനെ കൊടുക്കും? എന്താവും അവസ്ഥ? അപ്പോൾ ഇതൊക്കെ പരിശോധിക്കുക. ഫണ്ടമെൻ്റൽ പ്രശ്നങ്ങൾ പരിശോധിക്കാതെ കണ്ണിൽ വലിയ കോലല്ല, വലിയ കോല് കിടക്കുമ്പോൾ, അന്യൻ്റെ സ്വന്തം കണ്ണിൽ അത്രയും കോല് കിടക്കുമ്പോൾ അന്യൻ്റെ കണ്ണിലെ കരട് തേടി പോകേണ്ട ആവശ്യമുണ്ടോ ഭരണകർത്താക്കൾക്ക്? ഇതൊരു ചോദ്യമാണ്. പിന്നെ KB ഗണേഷ് കുമാറാണ് വിഷയമെങ്കിൽ ചിലർക്കൊക്കെ ചില ആനുകൂല്യങ്ങൾ കൊടുത്തേ പറ്റൂ. മിസ്റ്റർ സുരേഷ് ഗോപിക്കും മിസ്റ്റർ KB ഗണേഷ് കുമാറിനും ഒക്കെ ചില മാസ് ഡയലോഗൊക്കെ അടിക്കാനുള്ള ഒരു അവസരവും അന്തരീക്ഷവും ഒക്കെ ഉണ്ടാകണം. അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയവും പൊതുപ്രവർത്തനവും ഒക്കെ വളരെ ഡ്രൈ ആയി പോകും. അതിന് പിന്നിൽ ഒരു നിയമത്തിന്റെ പിൻബലമുണ്ടോ എന്നത് മാത്രമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നെങ്കിലും. അല്ലെ, ഇതിപ്പോൾ ഞാൻ ആ വിഷയത്തിലേക്ക് പോകാൻ കാരണം ഇന്നലെ ആ ഒരു വിഷയം ഉണ്ടായപ്പോൾ KB ഗണേഷ് കുമാറിനെതിരെ ഇപ്പോൾ സർ പറഞ്ഞതുപോലെ തന്നെ നിരവധി പേരാണ് നെഗറ്റീവായിട്ട് കമൻറ്റുകൾ ഇട്ട്. സ്വാഭാവികമായിട്ട് ഇദ്ദേഹം അത്തരത്തിലുള്ള ചില കാര്യങ്ങളിൽ ചിലയിടത്ത് പോകുന്നു, ബസ് സ്റ്റാൻഡിൽ പോകുന്നു, അവിടെ ഇത് കാണുന്നു, ചില ബിൽഡിങ്ങുകളിൽ ദാ കണ്ടോ മുടി കിടക്കുന്ന കണ്ടു, കരി കിടക്കുന്ന കണ്ടു എന്നൊക്കെ പറഞ്ഞ് വലിയ ഷോ ഓഫ് പലയിടങ്ങളിലും അദ്ദേഹം എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ള തരത്തിൽ വരുത്തി തീർക്കാറുണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ ഇത് ജനം കൈയടിച്ചിരുന്നു. പക്ഷേ ഇന്നലെ നടന്ന സംഭവത്തോടുകൂടി ജനം മാത്രമല്ല, ഒരുപക്ഷെ KSRTCയിലെ ഇതിനകത്തൊരു CAT പ്രവർത്തകൻ കൂടി ഉള്ളതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് സ്ഥലം മാറ്റം നിർത്തലാക്കിയത്. അപ്പം അതിനകത്തെ ഈ CPM മാത്രമല്ല, കോൺഗ്രസ് മാത്രമല്ല, BJP ഇത്തരത്തിലുള്ള യൂണിയനുകൾ തന്നെ ഒരു അദ്ദേഹത്തിനോടൊരു സ്വരക്കേടുകൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല പൊതുജനവും ഇത് വലിയ രീതിയിൽ രൂക്ഷ വിമർശനമാണ് ഇന്നലെ നടത്തിയത്. ഇതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു ഫ്ലാഗ് ഓഫ്. പക്ഷെ ഇവിടെ മറുവശത്ത് കയ്യടിയും ഇവിടെ കൂകി വിളിയാണ് ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത്. വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ കിട്ടുന്ന ഒരു അവസരവും ശ്രീ KB ഗണേഷ് കുമാർ പാഴാക്കാറില്ല. അത് അദ്ദേഹത്തിൻ്റെ അവകാശം കൂടിയാണ്. അദ്ദേഹം മന്ത്രിയാണ്. അപ്പം അതുകൊണ്ട്
തീർച്ചയായും തന്നിലേക്ക് എല്ലാ ക്യാമറകളും കേന്ദ്രീകരിക്കണം, താൻ പറയുന്ന വാക്കുകൾ ദീർഘദൂരം സഞ്ചരിക്കണം മാധ്യമങ്ങളിലൂടെ എന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ആ വാക്കുകളുടെ പിന്നിൽ അർത്ഥതലങ്ങൾ ജനം കണ്ടെത്തിക്കോളും. സ്വാഭാവികമായി മാധ്യമങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ ഈ വാർത്ത അറിയുന്നത്. അതിന് മാധ്യമപ്രവർത്തനം തീർച്ചയായും ആവശ്യവുമാണ്. അല്ല, അതിന് മാധ്യമ പ്രവർത്തനമല്ല, അത് തന്നെ ഞാൻ പറയാൻ വന്നത്. കാരണം ഇത്തരത്തിലുള്ള വിചാരണയൊന്നും കെ ബി ഗണേഷ് കുമാറിൻ്റെ അടുത്തോ ഈ പറഞ്ഞിട്ടുള്ള കണ്ടക്ടേഴ്സിൻ്റെ ഡ്രൈവേഴ്സിൻ്റെ അടുത്തൊന്നും പോയി ചോദിക്കുകയോ കുറച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നല്ലാതെ ഇതിന് കൃത്യമായിട്ടുള്ള വിചാരണകൾ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരൊന്നും നടത്തുന്ന കണ്ടില്ല. ഈ ഡിവൈഎഫ്ഐ പ്രവർത്തനമൊന്നും കെ ബി ഗണേഷ് കുമാറിനെ ഒന്ന് വിചാരണ ചെയ്യാൻ എന്തുകൊണ്ടാണ് മാലിന്യം അവിടെ സാർ ചോദിച്ച അതേ ക്വസ്റ്റ്യൻസ്, ഇവർക്ക് വെള്ളം കുടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ വണ്ടി വൃത്തിയാക്കണം, വാഹനം വൃത്തിയാക്കണം എന്ന് പറയുന്നിടത്ത് അവിടെ അതിന് വേണ്ടുന്ന തൊഴിലാളികളുണ്ടോ, ഇതൊന്നും വിചാരണ ചെയ്യാതെ അതൊരു രാഷ്ട്രീയ പ്രശ്നം മാത്രമല്ല, നമ്മുടെ നാടിനുള്ള ഒരു പ്രശ്നം. KSRTC എന്ന് പറയുന്നത് ഒരുപക്ഷെ സംസ്ഥാനം മുഴുവനും ഓടുന്ന അല്ലെങ്കിൽ നിരവധി സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ വിഷയങ്ങൾ KSRTCയുമായി ബന്ധപ്പെട്ട സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഒരു ഭാഗത്ത് ഇരിപ്പുണ്ട്, തട്ടിപ്പ് ഉൾപ്പെടെ അഴിമതി ഉൾപ്പെടെ ഒരു ഭാഗത്ത്. ഇതൊക്കെ മാധ്യമ വിചാരണ അല്ലെങ്കിൽ രാഷ്ട്രീയ വിചാരണ നടത്താതെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം നാട്ടിൽ അല്ലെ സ്വന്തം സ്ഥലത്ത് ഒരു വാഹനം ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിന്റെ പുറത്ത് ഇത്രയും വലിയ കോലാഹലം ഉണ്ടാക്കുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇതിനു വേണ്ടി ഒന്ന് പ്രതിഷേധിച്ചിരുന്നെങ്കിൽ ഒന്നുമില്ലെങ്കിലും KSRTC തൊഴിലാളികൾക്കെങ്കിലും ഒരു ആശ്വാസം ആകത്തില്ലായിരുന്നു. അടിസ്ഥാന വിഷയങ്ങൾ, ഫണ്ടമെന്റൽ ഇഷ്യൂസ് അത് അഡ്രസ്സ് ചെയ്താൽ സ്വല്പം വേദനിക്കും. അത് വലിയ അറിവാണ്. അറിവ് ദുഃഖമാണ് ഉണ്ണി, തമസല്ലോ സുഖപ്രദം. അക്കിത്തത്തിന് ചെറിയ വരികളാണ്, എത്രയോ അർത്ഥഗർഭമായ കാര്യമാണ്. അടിസ്ഥാന വിഷയങ്ങളിൽ തൊടാൻ കഴിയാതെ വരുമ്പോൾ പല കാരണങ്ങളാലാണ്. അപ്പോൾ ആ തൊടാതെ വരുമ്പോൾ വാർത്തകൾ സൃഷ്ടിക്കുന്നത് പലപ്പോഴും വളരെ ഉപരിപ്ലവമായ വിഷയങ്ങളിലാണ്. അത് ഒരു സുഖമാണ്. സുഖകരമായ ഒരു ആലസ്യത്തിലേക്ക് വായനക്കാരെ, പ്രേക്ഷകരെ, കാഴ്ചക്കാരെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു സോഫ്റ്റ് ഒരു മെത്തേഡ്. അത് ആരോഗ്യപരമൊന്നുമല്ല, പക്ഷേ ആ രീതിയിലേക്ക് മനുഷ്യ മനസ്സുകളെ മാറ്റിയെടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഫണ്ടമെൻ്റൽ വിഷയമുണ്ട്. KSRTCയുടെ ആരോഗ്യം, KSRTCയുടെ ഒരു കർമ്മ കുശലത, ഇതൊന്നും ചർച്ചയാകാതെ യഥാർത്ഥത്തിൽ ഒരു സൂപ്പർഫിഷ്യൽ ഇഷ്യൂസ്, ഒരു കുപ്പിയിലാണ് ഇപ്പോൾ വിവാദം. യദു എന്ന ഡ്രൈവർ, പിന്നെ ഒരു MLAയും അദ്ദേഹത്തിൻ്റെ ഭാര്യ കോർപ്പറേഷൻ്റെ മേയറും ചേർന്ന് കഴിഞ്ഞ വർഷം പിടിച്ചിറക്കി റോഡിൽ വെച്ച് വിചാരണ ചെയ്ത് ഓവർടേക്കിങ്ങുമായി ബന്ധപ്പെട്ട വിഷയമാണ്. എത്ര ദിവസം മാധ്യമങ്ങൾ ആ വിഷയം ആഘോഷിച്ചു. ഈ ലോകത്ത് എത്രയോ ഗൗരവമുള്ള വിഷയങ്ങളുണ്ട്, എല്ലാവരുടെ ജീവിതത്തെ ടച്ച് ചെയ്യുന്ന വിഷയങ്ങളുണ്ട്. ഇതൊന്നും ടച്ച് ചെയ്യുന്നില്ലെന്നല്ല വിഷയം പറയുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സോഫ്റ്റ് ഇഷ്യൂ എന്ന് പോലും പറയാനില്ല, ചില ഇൻസിഡൻസിൻ്റെ പുറകെ പോവുകയാണ്. നിയമസഭ നടക്കുമ്പോൾ ശബരിമല വിഷയം അടിയന്തര പ്രമേയം കൊടുത്തില്ല. പക്ഷെ ഒരു ഈ പറഞ്ഞോണം അവിടെ ഒരു ക്വസ്റ്റ്യൻ അവർ ആയിട്ടെങ്കിലും അത് ചോദ്യോത്തര വേളയിലെങ്കിലും അത് കൊണ്ടുവന്നപ്പോൾ തന്നെ അത് സ്പീക്കർ വേണ്ട എന്ന് പറഞ്ഞു. അതൊരു വലിയ രീതിയിൽ ഇങ്ങനെ മാധ്യമങ്ങളിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു കൂട്ടം രാവിലെ ഒന്നും നടന്നില്ല. ഇന്നലെ വൈകിട്ട് 8:30 നടന്ന സംഭവമാണ്. ഇന്നലെ വൈകിട്ട് 8:30 കഴിഞ്ഞ് ഇത് ഇത്രയും നേരമല്ല. രാവിലെ ആൾക്കാർ, ഇന്നലെ മുഴുവനും ആൾക്കാർ ഇതെല്ലാം എടുത്ത് സോഷ്യൽ മീഡിയയിലെല്ലാം രാഹുലിൻ്റെ വിഷയം ഫ്ലാഗ് ഓഫ് ചെയ്തതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇപ്പോഴത്തെ ശബരിമലയിലെ നിയമസഭയിൽ ഇങ്ങനെ പ്രതിപക്ഷം കത്തിക്കയറുന്നു, പുറത്തേക്ക് വരുന്നു. ഓൺ ദ സ്പോട്ട് തന്നെ പാലക്കാട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ വിഷയം തിരിച്ചുവിടുന്നു. അത് പിന്നെ ലൈവ് കാണിക്കുന്നത് നമ്മൾ TV ചാനലിൽ ലൈവ് പോകുന്ന പിന്നെ രാഹുലിൻ്റെ വിഷയത്തിലേക്കാണ്. ഏതായാലും ചില വലിയ വിഷയങ്ങൾ കുടുംബിരി കൊണ്ട് നിൽക്കുമ്പോൾ ഒരു അയ്യപ്പനെ തന്നെ മോഷ്ടിച്ച് കൊള്ളക്കള്ളന്മാർ എന്താ പറയുന്നത് ഇവിടെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അത് ഭരണപക്ഷത്തും അതുപോലെ തന്നെ ഔദ്യോഗിക തലങ്ങളിലൊക്കെ വലിയ രീതിയിൽ അത് പോകേണ്ട. ഇന്നിപ്പോൾ ഹൈക്കോടതി തന്നെ പുതിയ സ്പെഷ്യൽ ഇതിന് വേണ്ടി അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഉത്തരവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ വിഷയം നിൽക്കുമ്പോൾ അതിനെ ഒന്ന് കൺവെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇത്തരത്തിലുള്ള മറ്റുള്ള വിഷയങ്ങൾ. ഡിസ്റ്റോർഷൻ അത് ഈ ജനങ്ങളുടെ മാനസികമായിട്ടുള്ള ചില സമ്മർദ്ദങ്ങൾ മനസ്സിനെ ഏറ്റെടുക്കുന്ന തരത്തിൽ കേരളത്തിലെ മലയാളികളെ ഏറ്റെടുക്കുന്ന തരത്തിലായില്ലേ മാധ്യമം? കേരളത്തിന്റെ ഭരണകൂടത്തിന്റെ ഭാവി തന്നെ തീരുമാനിക്കാൻ പര്യാപ്തമായ സ്നോബോളിംഗ് ഇഫക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള ബ്രഹ്മാണ്ഡ വിഷയമാണ് ശബരിമല. അതെ, ഈ ശബരിമല ശ്രീ അയ്യപ്പൻ്റെ ചൈതന്യത്തിന് കുഴപ്പം വരുന്നു എന്നത് ഒരു വൈകാരിക വിഷയം, അത് വിശ്വാസപരമായ വിഷയം. അത് മാറ്റി നിർത്തി യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ഈ പാർലമെൻറ്റ് അല്ലെങ്കിൽ നിയമസഭ സ്തംഭിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഇതൊരു ജനകീയ പ്രക്ഷോഭമായി മാറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഒഴുകി വരുന്ന മലവെള്ള പാച്ചിൽ
അതിനെ ചിറകെട്ടി തടയാനാവില്ല എങ്കിൽ പോലും വഴിതിരിച്ച് കുറച്ച് ജലമെങ്കിലും വഴിതിരിച്ച് വിടാൻ ഇങ്ങനെയുള്ള കുപ്പി പ്രശ്നം, KSRTC ബസ്സിലെ കുപ്പി എന്ന വിഷയം, രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ലാഗ് ഓഫ് ചെയ്ത ബസ്സുമായി ബന്ധപ്പെട്ട വിഷയം, ഇങ്ങനെയുള്ള വിഷയങ്ങളെ ഇതിനകത്തങ്ങോട്ട് കയറ്റിവിടുമ്പോൾ ഫണ്ടമെൻ്റലായ ഒരു വിഷയം, ഇത് സ്വർണം കവർന്നെടുത്തു എന്നതല്ല വിഷയം. വിശ്വാസ സമൂഹം അർപ്പിക്കുന്ന ഒരു വിശ്വാസമുണ്ട് ഒരു ഭരണകൂടത്തിൽ. ആ ഭരണകൂടത്തിൻ്റെ ഏജൻസിയായ ദേവസ്വം ബോർഡിൽ അവിടെ വലിയ രീതിയിലുള്ള കെടുകാര്യസ്ഥതയും അഴിമതിയും സ്വജനപക്ഷപാതവും കാര്യക്ഷമതയില്ലായ്മയും അല്ലെങ്കിൽ ക്രൂരമായ അഴിമതി, ഇതെല്ലാം ഒരു ഫണ്ടമെൻ്റൽ വിഷയമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ, അതൊരു ആരോപണമാണ്, ഉണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ പൊറ്റി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു ചെറിയ നെത്തോലി മാത്രമാവാം. അതിൻ്റെ പിന്നിൽ വൻപൻ സ്രാവുകൾ, തിമിംഗലം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള തിമിംഗലത്തെ വേട്ടയാടുന്നതിൻ്റെ ഭാഗമായി വലിയ ബിൽഡപ്പ് ഇവിടെ നടക്കുമ്പോൾ ഇവിടെ ചെറിയ നെത്തോലി ചാടുന്ന കാര്യങ്ങളൊക്കെ വാർത്തയാകുന്നത് ചിലരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് എന്നത് കൃത്യമായി പറയാനാവും. തീർച്ചയായിട്ടും രാഷ്ട്രീയ വിഷയങ്ങളും സാമുദായിക വിഷയങ്ങളും ഈ പറഞ്ഞിട്ടുള്ള കേരളത്തിലെ നിരവധി നാടിനെ നടക്കുന്ന വിഷയങ്ങളുമൊക്കെ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും എടുത്തിടുന്ന ഒരു വിഷയമാണ് സ്ത്രീ വിഷയം എന്ന് പറയുന്നത്. അതിൽ പിടിച്ചു തൂങ്ങി ചില ആൾക്കാരെ വീണ്ടും ഖരാവോ ചെയ്ത് ഇത്തരത്തിലുള്ള കൺവർഷൻസ് ഒരുപക്ഷെ നാടിൻ്റെ ചില കൊള്ളരുതായ്മകൾ, കൊള്ളത്തരങ്ങൾ, കള്ളത്തരങ്ങൾ മൂടി വയ്ക്കാനാണ് സാധിക്കുന്നത്. അത് ഒരുപക്ഷെ മലയാളികൾ മനസ്സിലാകട്ടെ, മലയാളികളെ തിരുത്തട്ടെ, മനസ്സ് ഒന്ന് കൺവെർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും മലയാളികളുടെ. കാരണം അല്പനേരമെങ്കിലും ആ ഒരു കൊടുമ്പിരി കൊണ്ട പ്രതിപക്ഷത്തിൻ്റെ ആ ഒരു പ്രതിഷേധത്തെ മാറ്റി നിർത്താൻ സാധിച്ചു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏതായാലും പാലക്കാട് MLA ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹത്തിന് ഇനിയും ഇനോഗ്രേഷനൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൺവെർട്ട് ചെയ്യാതിരിക്കട്ടെ.